നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇടതു വലതു മുന്നണികൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഇപ്പോൾ BJP-യാണ്. ഇടതിനും വലതിനും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ്. BJP-ക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാനും മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഊർജവുമാകുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കനൽ ഒരു തരി കെട്ടുപോയാൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ. കോൺഗ്രസിനാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എല്ലാവരും മറുകണ്ഠം ചാടാനും നിൽക്കുന്നു. ഇനി ഒരു 5 വർഷത്തെ ഭരണമില്ലാതെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. CPM-നാണെങ്കിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ നിലനിൽക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചേ മതിയാകൂ. ആ അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ കോമൺ ശത്രുവായി കാണുന്നത് BJP-യെ തന്നെയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വരികയും തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാവുകയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുകയും ചെയ്തതോടെ വലിയ അങ്കലാപ്പിലാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ. അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ഇതുവരെ അഴിമതിയുടെ ഇമേജോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശം പേരോ സ്ത്രീ വിഷയത്തിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അങ്ങനെ ഒരു പേരുദോഷവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിലൊക്കെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തി വരികയാണ്. 2024 ഉന്നയിച്ച അദ്ദേഹത്തിന്റെ വീട് സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല എന്ന അതേ ആരോപണം ഉയർത്തി വീണ്ടും നേമത്തെ സ്ഥാനാർത്ഥി ശബരിനാഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ അത് അംഗീകരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പത്രിക അല്പസമയത്തേക്ക് മാറ്റിവെച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നീങ്ങിയതോടുകൂടി അത് ക്ലാരിഫൈ ചെയ്ത ശേഷം അത് പ്രശ്നമല്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പത്രിക അവർ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇടതു വലതു മുന്നണികൾ ഒപ്പം ചേർന്നുകൊണ്ട് കോടതിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയിലേക്ക് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ശബരിനാഥൻ ഈയിടെ LLB എടുത്ത ആളാണ്. ആദ്യമായതുകൊണ്ട് ഒരുപക്ഷെ ശബരിനാഥന് ഇതിൻ്റെ ലീഗൽ പ്രശ്നങ്ങൾ അറിയുന്നുണ്ടാവില്ല. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിൽ കരമടച്ചേക്കുന്നത് കൊണ്ട് ആ പ്രശ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അത് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് കരുതിയാകാം കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്നത്. ഏതായാലും ഇതിലെ പഠിക്കുമ്പോൾ തന്നെ ഒരു വിഷയം പഠിക്കുന്നുണ്ട്. ഈ കമ്പനി ലോയുമായി ബന്ധപ്പെട്ട് ഇതിലെന്താണ് സാങ്കേതികത്വമെന്ന് അറിയാത്തൊരാളല്ല രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് നീണ്ട നിര അഭിഭാഷകരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഏതെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യില്ല എന്ന സാമാന്യ ബോധ്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ബോധ്യം ഉണ്ട്. CPM-നും കോൺഗ്രസിനും ആ ബോധ്യം ഇല്ലാത്തതല്ല പ്രശ്നം. ആ ബോധ്യം നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് BJP-യെ ആക്രമിക്കാൻ വേണ്ടി BJP മുസ്ലിംസിനെ ഹിന്ദുക്കളെയും എല്ലാം കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ പലതരത്തിലുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കിയാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്. BJP-യും ഇവിടെ ഭരണത്തിൽ വന്നാൽ എന്തൊക്കെയോ സംഭവിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടം കോൺഗ്രസിന് CPM-നും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ എല്ലാവരെയും ഒരുപോലെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പല ആൾക്കാരും ഈ BJP-യോടുള്ള ഐത്തം മാറുന്നു, BJP-യിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ പേടി സ്വപ്നം രാജീവ് ചന്ദ്രശേഖറാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഇതിൻ്റെ സാങ്കേതികത്വമെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ ബെഞ്ചാര ഹിൽസിലുള്ള വീടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരിലാണ്, അദ്ദേഹമല്ല ഇത് ഓൺ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് സത്യവും. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നിയമവശം നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കമ്പനീസ് ആക്ടിലെ 2013 നിയമത്തിലെ സെക്ഷൻ 9 അത് പ്രകാരം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു വ്യക്തിയാണ് ആ കമ്പനി എന്ന് പറയുന്നത്. ഇതിനെയാണ് ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത്. മെമ്മോറാണ്ടത്തിൽ നമ്മൾ നൽകിയിട്ടുള്ള അതേ പേരിൽ തന്നെയാണ് ഈ പുതിയ കമ്പനി, അതായത് ഈ വ്യക്തി അറിയപ്പെടുക. ഈ കമ്പനിക്ക് സ്വന്തമായി ഭൂമിയോ കെട്ടിടങ്ങളോ മറ്റ് സ്വത്തുക്കളോ വാങ്ങാനും കൈവശം വെക്കാനും വിൽക്കാനുമുള്ള പൂർണ്ണമായ അവകാശം ആ കമ്പനിക്കുണ്ട്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കമ്പനി നിയമത്തിലെ വ്യവസ്ഥ. അതാണ് രാജീവ് ചന്ദ്രശേഖർ പാലിച്ചിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലുള്ള 200 കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങൾ കാണിച്ചിട്ടില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. അത് അദ്ദേഹം താമസിക്കുന്ന വീടാണ്, സ്വന്തം വീടാണ് ഇത്തരത്തിൽ കാണിക്കാത്തതെന്നാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. ഏതായാലും അതിൻ്റെ സാങ്കേതികത്വം ആ വീട് നിയമപ്രകാരം പാർട്ട്ണർഷിപ്പ് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ വീട് പാർട്ട്ണർഷിപ്പ് കമ്പനിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖറാണ് എങ്കിൽ പോലും നിയമത്തിൻ്റെ കണ്ണിൽ ആ വീട് രാജീവ് ചന്ദ്രശേഖറിൻ്റേതാണ് എങ്കിൽ പോലും അത് കമ്പനിയുടെ പേരിലാണ്. അത് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നതും. രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ വീട് നാമനിർദ്ദേശ പത്രികയിലെ അഫിഡവിറ്റിൽ കാണിക്കേണ്ടതില്ല. കാരണം
നിയമപ്രകാരം ആ വീട് അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരിലാണ്. അതായത് പേഴ്സണലായി നമുക്ക് ഇൻഹെറിറ്റൻ്റ് ആയിട്ടോ അല്ലെ പേഴ്സണലായി കിട്ടിയ കാര്യങ്ങളല്ലാതെ ഏതെങ്കിലും പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ പേരിലുള്ളതോ ആയ കാര്യങ്ങൾ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേഴ്സണലായുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിൽ പറയേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അറിയാത്തവരല്ല, അഭിഭാഷകരൊക്കെ ഉണ്ട് ഈ കോൺഗ്രസിലുമൊക്കെ. പക്ഷേ ഇത് ഒരു പ്രൊപ്പഗണ്ടയായി കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതായത് നിയമത്ത് പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമം മാത്രമല്ല, കേരളത്തിലുടനീളം പലയിടത്തും BJP ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. വമ്പൻ വിജയത്തിലേക്ക് BJP പോകുമോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം BJP വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്കറിയാം ഗുജറാത്തിലൊക്കെ സംഭവിച്ചത് എന്താണെന്നറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം BJP വന്നു കഴിഞ്ഞാൽ ആ വിജയങ്ങൾ ഇങ്ങനെ, ഗുജറാത്തിനെ മറ്റൊരു രീതിയിൽ കാണരുത് കേട്ടോ, നിങ്ങളുടെ നെറേറ്റീവിൽ എടുക്കരുത്. ഗുജറാത്തിൽ വിജയം ആവർത്തിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിജയം ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും BJPയെ വരുത്താതിരിക്കാനുള്ള ഇടതു വലത് മുന്നണികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇപ്പോൾ ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നത്. നിയമപരമായി ഒരു രീതിയിൽ നിലനിൽക്കാത്ത ഒരു കേസുമായി കോടതിയിലേക്ക് പോയി കുറച്ചു കാലം കൂടി പ്രൊപ്പഗണ്ട സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമത്തിന് അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ഇടതു വലത് മുന്നണികളുടെ ഈ ഇരട്ടത്താപ്പും കള്ളത്തരവും ഇത്തരം ഫേക്ക് നറേറ്റീവുകളും പൊളിച്ചെടുക്കാൻ പാകത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നറേറ്റീവുകൾ അടുത്ത കാലങ്ങളിലായി വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കാത്തതും.